എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ എക്സ്പീരിയൻസ്? കുഴപ്പമില്ല, നല്ല കാം ആൻഡ് ക്വയറ്റ്. ഇഷ്ടമായി? ഇഷ്ടമായി. ഹലോ, ഗുഡ് ഈവനിങ് എവ്രി വൺ. ഐ എം പ്രിസ്റ്റി ആൻഡ് വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. അപ്പോൾ ഇന്ന് ഞാൻ ഫാമിലിയുമായിട്ടൊരു കുട്ടി ട്രിപ്പ്, 1 ഡേ ട്രിപ്പ് പോവാണ്. ഇഷ, കോയമ്പത്തൂർ. അപ്പോൾ അത് എൻ്റെ ഒരു വലിയൊരു ഡ്രീം കം ട്രൂ കൈൻഡ് ഓഫ് തിങ് ആയിരുന്നു. കാരണം ഞാൻ കുറേ നാളായി എൻ്റെ ഫാമിലിനോടും ഫ്രണ്ട്സിനോടൊക്കെ പറയണു ഇഷയെ പോവാന്ന്. അങ്ങനെ ഫൈനലി പ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു അച്ഛൻ കൊണ്ടുപോകാമെന്ന്. അങ്ങനെയാണിത് വർക്കൗട്ടായേ. അങ്ങനെ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലത്തെ ഒരു സ്പോട്ടും ഒരു ഡെസ്റ്റിനേഷനും കൂടി ടിക്ക് മാർക്കായി. ഞങ്ങൾക്ക് എടുത്തത് തൃശ്ശൂരിൽ നിന്ന് ഇഷ വരെ ഒരു 3 hours ജേണി ആയിരുന്നു. അവിടെ ഭയങ്കര ഉച്ച സമയത്താണ് ഞങ്ങൾ എത്തിയത്. നല്ല പൊടിക്കാറ്റും നല്ല വെയിലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പാർക്കിംഗ് ഒക്കെ കഴിഞ്ഞ് അതിൻ്റെ അടുത്ത് തന്നെ ഒരു യോഗയുടെ ഒരു സെഷൻ ഉണ്ടായിരുന്നു. ഒരു 5-10 മിനിറ്റ്സിൻ്റെ സെഷൻ ഉണ്ടായിരുന്നു. അത് നൈസായിരുന്നേ. പിന്നെ മെയിനായിട്ട് നമ്മൾ സ്റ്റാച്യൂവിൻ്റെ അവിടെ, ഈ ശിവ സ്റ്റാച്യൂവിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഗ്രൂപ്പ് ഫോട്ടോസും അങ്ങനെ എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞ് ആ സ്റ്റാച്യൂവിൻ്റെ അവിടെ നിന്ന് മെയിൻ യോഗ സെൻറ്ററിൻ്റെ അവിടേക്ക് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു കാളവണ്ടിയിലാണ് പോയത്. അതിനെന്തോ ചാർജ് ഉണ്ടായിരുന്നേ, കൃത്യമായ ഓർമ്മയില്ല എമൗണ്ട് എത്രയായിരുന്നു എന്ന്. കുഞ്ഞു പൈസ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഫോണും ബാഗ്സും വാട്ടർ ബോട്ടിൽസും ഒന്നും അല്ല അവിടെ ഇല്ലായിരുന്നു ഉള്ളിൽ കയറാനായിട്ട്. കാരണം അതിൻ്റെ ഉള്ളിൽ ഫുൾ യോഗ തന്നെയായിരുന്നു. എല്ലാവരും യോഗ മെഡിറ്റേഷനൊക്കെ ചെയ്യായിരുന്നു. അപ്പോൾ ഫോണൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പ്രൈവസി ഒക്കെ പോയില്ലേ എന്നുള്ള രീതിയിലാണ് തോന്നുന്നു അവർ ഫോണൊന്നും അലൗഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വേറൊരു സംഭവം എനിക്ക് എടുത്ത് പറയാനുള്ളത്, അവിടെ പോയിട്ടൊന്നും കഴിക്കുകയോ കുടിക്കുകയോ ഒന്നും ചെയ്യരുത്. കാരണം ഞാൻ കരിക്ക് കുടിച്ചിട്ടുണ്ടായിരുന്നു, അത് സാധാ വെള്ളം കുടിച്ച പോലെ ആയിരുന്നു. അതുപോലെ ഞങ്ങൾ മെഡിറ്റേഷൻ സെൻറ്ററിൻ്റെ ഉള്ളിൽ അവർ പായസം കൊടുക്കുന്നുണ്ടായിരുന്നു. ഫ്രീ അല്ല, ചാർജബിൾ ആയിരുന്നു. അതും ഇതുപോലെ തന്നെ അത്ര ഗുമ്മുണ്ടായിരുന്നില്ല, തീരെ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടൊന്നും കഴിക്കരുത്. മെയിൻ പോസിറ്റീവ് തിങ്സ് എന്താണെന്ന് വെച്ചാൽ ഇൻറ്റു നേച്ചർ സംഭവമായിരുന്നു. ആംബിയൻസും പിന്നെ ഈ മെഡിറ്റേഷൻ സെൻറ്ററിൻ്റെ അവിടെയുള്ള മ്യൂസിക്കും എല്ലാം അടിപൊളിയാണ്. ഭയങ്കര കാം ആൻഡ് പീസ്ഫുള്ളായ പ്ലേസാണ്. ആർക്കാണെങ്കിലും ഭയങ്കര ബിസി ആയിട്ട് വർക്ക് ചെയ്യണവർക്കൊക്കെ ഒരു ബ്രേക്ക് വേണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. അത് നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നതായിരിക്കും. യോഗ സെൻറ്ററിൻ്റെ അവിടെ ഫോണല്ല അവിടെ അല്ല, ബാഗല്ല അവിടെ അല്ല. വേറെ എന്തെങ്കിലും എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ എക്സ്പീരിയൻസ്? കുഴപ്പമില്ല, നല്ല കാം ആൻഡ് ക്വയറ്റ്. ഇഷ്ടമായി? ഒരു ദിവസമൊക്കെ ഇങ്ങനെ നിൽക്കാൻ തോന്നുന്നുണ്ട്. മിക്കവാറും ഞങ്ങൾ ഇവിടെ വന്ന് സ്റ്റേ അടിക്കാൻ ചാൻസ് ഉണ്ട്. അതിനുള്ള പേപ്പേഴ്സും കൊണ്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഫാദർ, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഇഷ്ടമായ? സമയം പോകും. ഇവിടെ നിന്നൊരു 500 മീറ്റർ ഞങ്ങൾക്ക് നടക്കാനുണ്ട് യോഗ സെൻറ്ററിൽ നിന്ന് സ്റ്റാച്യു വരെ. ഓൾമോസ്റ്റ് ഞങ്ങൾ എത്താനായി. ഓൾമോസ്റ്റ് ഞങ്ങൾ എത്താനായിട്ടുണ്ട്. ഇവിടെ ഒരു 7:30 ആകുമ്പോൾ ഇവിടെ ലൈറ്റ് ഷോ സ്റ്റാർട്ടാവും. ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും ഒടുക്കത്തെ ക്രൗഡായി. ഇനി നമുക്ക് ലൈറ്റ് ഷോ കാണാം. അങ്ങനെ ഷോ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ റിട്ടേൺ ആയി. പോണ വഴി B2B എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ കയറി ഡിന്നർ കഴിച്ചു. അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.